പലപ്പോഴും ആ കാര്യത്തിൽ വിജയമായി ഉടക്കുണ്ടാക്കുന്നത്. ഒന്നും പറയാനില്ലേ? മറ്റുള്ളവർക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്നാണ് ഞങ്ങൾ ഫസ്റ്റ് ചിന്തിക്കുന്നത് തന്നെ. ഞങ്ങൾ മിക്കവാറും യാത്രയിലാണ് ആ സ്വകാര്യമായ അങ്ങനെയൊക്കെ മിസ് ചെയ്യാറുണ്ടോ? നമസ്കാരം. നമ്മളോടൊപ്പം കോതമംഗലത്തുകാർക്ക് അധികം പരിചയപ്പെടുത്തേണ്ടാത്ത സുപരിചിതരായ 2 അതിഥികളാണുള്ളത്. രണ്ടുപേരും നല്ല തിരക്കാണ്. അപ്പോൾ ആ തിരക്കിനിടയ്ക്കേക്ക് ഞാനും പങ്കാളിയാവുകയാണ്. പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലെങ്കിലും രണ്ടുപേരെയും ആദ്യം ഒന്ന് പരിചയപ്പെടുത്തിയേക്കാം. UDFൻ്റെ ജില്ലാ കൺവീനർ, എൻ്റെ നാട് ചെയർമാൻ ശ്രീ ഷിബു തെക്കുംപുറം, അദ്ദേഹത്തിൻ്റെ ഭാര്യ. ആ ഒരു ഡെസിഗ്നേഷൻ മാത്രമല്ലല്ലോ അല്ലേ, അതിലുപരിയായിട്ട് KLM ആക്സിവ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ബിജി ഷിബു. ഇവരിരുവരുമാണ് നമ്മളോടൊപ്പം ഉള്ളത്. അപ്പോൾ ആദ്യം ഒരു ചെറിയ ചോദ്യത്തിൽ നിന്ന് നമുക്ക് തുടങ്ങാം. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നു. നല്ല സന്തോഷത്തിലാണ്. കാരണം ഓണം അടുത്തുകൊണ്ടിരിക്കുമല്ലോ. അത്തം തുടങ്ങി ഓണം വരവേൽക്കാനായിട്ട് ഞങ്ങൾ എല്ലാവരും റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. KCB അങ്ങനെയാണോ? KCB ഏകദേശം നമ്മൾ ഓണം ഒരുക്കം അല്ല, ഓണം എത്തിയല്ലോ. ഓണം എത്തി. നിങ്ങൾക്ക് എന്നും ഓണം തന്നെയല്ലോ. എന്നും ഓണമാണ്. ഷിബു സാർ, എന്താണ് ഓണമായിട്ട് എന്തൊക്കെയുണ്ട് വിശേഷം? ഓണമായിട്ട് തിരക്കാണ്. വിവിധ സ്ഥലങ്ങളിൽ ഓണാഘോഷങ്ങൾ തകൃതിയായി നടക്കുന്നു. എൻ്റെ നാട് ജനകീയ കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ വിവിധ മേഖലകളിലൊക്കെ ഓണാഘോഷം സംഘടിപ്പിച്ചു. ശരിക്കും പറഞ്ഞാൽ ഓണവിശേഷം അല്ല പറയുന്നത്, ഓണമല്ല വിശേഷം. നമ്മളെ ഓണമായിട്ട് എനിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും അല്ലേ, അതാണ് പറഞ്ഞു. ജീവിതയാത്രയിൽ പ്രതിസന്ധിയിലായ ധാരാളം ആളുകളുണ്ട്. അവരെ ചേർത്ത് വെച്ചുകൊണ്ടുള്ള ഒരു ഓണാഘോഷമാണ് ഈ തവണ പ്ലാൻ ചെയ്തിട്ടുള്ളത്. പൊതുപ്രവർത്തനം വിട്ട് വേറെ കളിയില്ല. ഓണമായാലും നമുക്ക് എല്ലാം അതുമായിട്ട് റിലേറ്റഡ് ആണ്. തീർച്ചയായും. ചേച്ചി നല്ല സുന്ദരിയായിരിക്കുന്നു. ആണോ? താങ്ക് യു. രണ്ടുപേരും. ശരി, അപ്പൊ നമുക്ക് കുറച്ചു നേരം ഇരുന്ന് സംസാരിച്ചാലോ? ആയിക്കോട്ടെ. ഞാൻ ഓണം എന്താണ് വിശേഷം, ഓണമൊക്കെ എങ്ങനെ പോകുന്നു എന്ന് ഞാൻ രണ്ടുപേരോടും ചോദിച്ചു. അപ്പൊ എനിക്ക് തന്നൊരു മറുപടി എന്ന് പറഞ്ഞാൽ, എൻ്റെ നാടിൻ്റെ കാര്യത്തിൽ നമ്മൾ അങ്ങനെ ചെയ്യണം, അതുപോലെ തന്നെ നമുക്ക് എന്താണ് അവർക്ക് വേണ്ടി നമുക്ക് അങ്ങനെ ചെയ്യണം, ഓണമാണല്ലോ. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് സ്വകാര്യമായിട്ട് ഒന്നും പറയാനില്ലേ? ഓണം ഇതെല്ലാം ഇങ്ങനെ റിലേറ്റഡ് ആണോ? അതായത് ഒരു ആഘോഷം വന്നു കഴിഞ്ഞാലും നമ്മൾ ഇവർക്ക് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അങ്ങനെയാണോ എപ്പോഴും? തീർച്ചയായിട്ടും ഞങ്ങളുടെ കുടുംബത്തിൽ അങ്ങനെയാണ്. ഒരു ആഘോഷങ്ങൾ വന്നു കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്നാണ് ഞങ്ങൾ ഫസ്റ്റ് ചിന്തിക്കുന്നത് തന്നെ. അതാണ് ഫസ്റ്റ് നമ്മുടെ മൈൻഡിൽ ഫസ്റ്റ് വരുന്നത്, അതാണ് മൈൻഡിൽ നിന്ന് വരുന്നത്, അതാണ്. രണ്ടുപേരും ഇപ്പം ഷിബു സാറ് രാഷ്ട്രീയത്തിലാണ്, ചേച്ചി ബിസിനസ്സിൽ തിരക്കാണ്. രണ്ടുപേരും 24 മണിക്കൂറും തിരക്കാണ്. ഉറപ്പായിട്ടും തിരക്കാണ്. അന്ന് ഞാൻ ചെറിയൊരു ചോദ്യം ചോദിക്കട്ടെ, നമുക്ക് സ്വകാര്യമായിട്ട് നിമിഷങ്ങളൊക്കെ കിട്ടാറുണ്ടോ എന്ന് ചോദിച്ചാൽ കിട്ടാറില്ല. പക്ഷെ ഞങ്ങൾ അത് മാറ്റിവെക്കും. സ്വകാര്യ ഒരു കുറച്ച് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് സ്വകാര്യത ഞങ്ങൾ മാറ്റിവെക്കാറുണ്ട്. അതനുസരിച്ചിട്ടാണ് ഞങ്ങൾ പോകുന്നത്. പക്ഷെ എപ്പോഴും തിരക്കായിരിക്കും. എന്നാലും നമ്മൾ വീണ് കിട്ടുന്ന സമയം നമുക്ക് വേണ്ടിയിട്ട് മാറ്റുക. അത് ഏത് രീതിയിലാണ്? യാത്രയാണോ അതോ എങ്ങനെയാ? ഞങ്ങൾ മിക്കവാറും യാത്രയിലാണ്. ആ സ്വകാര്യമായ നിമിഷങ്ങൾ കിട്ടുക എന്ന് പറയുന്നത് യാത്രയിലാണ്. വീട്ടിലൊക്കെ ആകുമ്പോൾ എപ്പോഴും തിരക്കാണ്. അപ്പോൾ യാത്രയിൽ തന്നെയാണ് ഞങ്ങളത് മാറ്റിവെക്കുന്നത്. രണ്ടുപേരും തിരക്കുള്ള വ്യക്തികളാണ്. UDFൻ്റെ ജില്ലാ കൺവീനർ വലിയ ചുമതല തന്നെ വഹിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ ഒരു നാടെന്ന് പറയുമ്പോൾ വന്യജീവി ശല്യം അടക്കമുള്ള പല വലിയ പ്രശ്നങ്ങളും നേരിടേണ്ടി വരുന്ന ഒരു മേഖലയാണ്. അപ്പോൾ ഒരുപാട് ജനങ്ങളുടെ ഇടയ്ക്കോട്ട് ഇറങ്ങിച്ചെന്ന് പ്രവർത്തിക്കണം. അതിൻ്റെ കൂടെ എൻ്റെ നാടുണ്ട്. ചേച്ചി ബിസിയാണ് അല്ലേ, മറ്റു കാര്യങ്ങളിലേക്ക് ചേച്ചി ബിസിയാണ്. ഒരു ക്ലീഷേ ആയിട്ടുള്ള ഒരു പുരുഷൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ടല്ലോ, നമ്മൾ ജോലിയൊക്കെ കഴിഞ്ഞ് അല്ലെ വീട്ടിൽ വരുമ്പോൾ പൂമുഖവാതൊക്കെ നിൽക്കുന്ന ഒരു ഭാര്യ, അങ്ങനെയൊക്കെ മിസ് ചെയ്യാറുണ്ടോ? ഇല്ലാന്ന് പറയരുത്. ഇല്ലാന്ന് പറഞ്ഞാൽ അത് കള്ളാവും ഇല്ലേ ചേച്ചി? അതെ, അത് കള്ളായിരിക്കും. പക്ഷെ ഒരിക്കലും അതിന് കിട്ടാറില്ല. സത്യം പറഞ്ഞാൽ ഞാൻ ചിലപ്പോൾ രാത്രിയാകുമ്പോൾ വരും, ചിലപ്പോൾ ബിജി വരുന്നത് ചിലപ്പോൾ അതിലും ലേറ്റ് ആയിട്ടായിരിക്കാം. കടപൂട്ടിയൊക്കെ വരുമ്പോഴേക്കും കുറച്ച് സമയമെടുക്കും. അപ്പം അങ്ങനെ നമുക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും
നടക്കാത്തൊരു അവസ്ഥയാണ് ഇങ്ങനെയുള്ള നിമിഷങ്ങൾ. എങ്കിലും നമ്മൾ അത് അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങ് പോകുന്നു അല്ലേ? ബിസിനസ്, രാഷ്ട്രീയം, കുടുംബം എങ്ങനെ ഡീൽ ചെയ്യുന്നു എല്ലാം കൂടി? അത് നമ്മളെല്ലാം പ്ലാൻഡ് ആണെങ്കിൽ ഉറപ്പായിട്ട് അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. നമുക്കൊരു ലക്ഷ്യമുണ്ട്, അല്ലെങ്കിൽ അതിനെ പറ്റിയുള്ളൊരു എന്താ പറയുക, ഒരു ചിന്ത വന്നിട്ടുണ്ടെങ്കിൽ നമുക്കത് പ്ലാൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. ഓക്കെ. എൻ്റെ അഭിപ്രായത്തിൽ പറഞ്ഞാൽ ഞാൻ എല്ലാ ആഴ്ചയിലെയും എല്ലാ ദിവസത്തെയും എല്ലാ മാസത്തെയും പരിപാടികളെല്ലാം നേരത്തെ തന്നെ പ്ലാനിങ്ങിലാക്കും. എന്നാൽ മാത്രമേ നമുക്കിതെല്ലാം ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. എന്നോട് പലരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, എങ്ങനെ ഈ രാഷ്ട്രീയവും ബിസിനസ്സും പൊതുപ്രവർത്തനവും എൻ്റെ നാടിൻ്റെ സാമൂഹ്യ പ്രവർത്തനവും ഒക്കെ ഒരുമിച്ച് കൊണ്ടുപോകാൻ കഴിയുന്നില്ല. പക്ഷെ നമ്മളൊരു ടൈമിൻ്റെ ഒരു പ്ലാനിങ് ഉണ്ടെങ്കിൽ ഇതെല്ലാം ഭംഗിയായി നടക്കും. പലപ്പോഴും ആ കാര്യത്തിൽ വിജയമായി ഉടക്കുണ്ടാക്കുന്നത് നാളെ കഴിഞ്ഞ് എറണാകുളത്തിന് പോവാം, നാളെ കഴിഞ്ഞ് ലുലുവിൽ പോയി നമുക്ക് ഷോപ്പിംഗ് നടത്താൻ ഞാൻ പറയും, നാളെ കഴിഞ്ഞത്തെ പരിപാടി ഓൾറെഡി ഫിക്സ് ആണ്, നടക്കില്ല. എന്നോട് പരിപാടികൾ പറയുമ്പോൾ ഒരു മാസം മുമ്പ്, ഒരാഴ്ച മുമ്പ് നീ പറഞ്ഞാലാണ് എനിക്കത് ക്രമീകരിക്കാൻ പറ്റും. ആ കാര്യത്തിൽ ഞങ്ങൾ എപ്പോഴും വഴക്കൂടാറുണ്ട്. അതാ ഞാൻ ചോദിച്ചേ. അല്ല, ഞാൻ ആ ചോദ്യം ചോദിച്ചപ്പോഴേ ആദ്യം സാറ് അങ്ങനെ ഒന്നും ഇല്ല, കള്ളം പറയുന്നതെന്ന് പറഞ്ഞപ്പോ കണ്ടോ സത്യം വരുന്നത് കണ്ടോ. അതെ, ഈ ആ ഒറ്റ കാര്യത്തിലാണ് ഞങ്ങൾ തമ്മിൽ ഏറ്റവും കൂടുതൽ വഴക്കിടുന്ന സ്വാഭാവികം, എല്ലാ വീട്ടിലും ഉള്ള ഒരു സംഭവമാണ്. പക്ഷെ ഭാര്യ എന്ന നിലയിൽ ആഗ്രഹിക്കുന്നു ഒരു ഭർത്താവിന്റെ കൂടെ പോയി നമുക്ക് അത് പർച്ചേസ് ചെയ്യണം, അല്ലെങ്കിൽ അവിടെ ഷോപ്പിംഗ് പോകണം. നോർമലി എല്ലാവരും ആഗ്രഹിക്കുന്നതാണ്, പക്ഷെ അത് സാധിക്കാറില്ല. പക്ഷെ ആ ഒരു ഘട്ടങ്ങളെയൊക്കെ തരണം ചെയ്ത് അല്ലേ ബാക്കി എല്ലാ കാര്യങ്ങളും. ചേച്ചി എങ്ങനെയുണ്ട്? പിന്നെ ചേച്ചി എന്താണ്? വളരെ വളരെ കോപ്പറേറ്റീവാണ്. നമ്മുടെ തിരക്കും ബുദ്ധിമുട്ടുകളും വെല്ലുവിളികളും ഒക്കെ എല്ലാ തരത്തിലും മനസ്സിലാക്കുന്ന ഉത്തമ ഭാര്യ എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. നമുക്ക് അഭിമാനത്തോട് കൂടി ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്ന വ്യക്തിത്വമാണ് പ്രിയപ്പെട്ട വിജി. അല്ല, അത് സ്വാഭാവികമായിട്ടും ഭയങ്കര സിമ്പിളാണ്. കാരണം നമുക്ക് ഇടപഴകാൻ, ഒരു വ്യക്തിയെ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാലോ നമുക്ക് അവരോട് സംസാരിക്കാൻ പറ്റും, നമുക്ക് ഇടപഴകാൻ പറ്റുമോ. ചേച്ചി ഭയങ്കര എന്താ പറയണേ, ഭയങ്കര സിമ്പിളാ. കൂടുതൽ അതിന് വേർഡൊന്നും ഇല്ല. എനിക്ക് സ്റ്റാഫുകൾ എപ്പോഴും ഞാൻ അവരുടെ കൂടെ നിൽക്കുന്ന ഒരു മൈൻഡാണ് എനിക്ക്. അവരുടെ വേദനകളിലും വിഷമങ്ങളിലും ഒക്കെ എനിക്ക് അതിൽ പങ്കാളിയാവുന്നതിൽ എനിക്ക് താല്പര്യമുണ്ട്. കാരണം നമുക്കറിയാലോ, നമ്മൾ സ്ത്രീകളാണ്, സ്ത്രീകൾക്ക് പല വിഷമങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാവും. പക്ഷെ അതൊരു ഷെയർ ചെയ്യാനായിട്ടൊരു സ്പേസ് ഇല്ലാത്ത പല സ്റ്റാഫുകളും ഞങ്ങളുടെ ഇടയിലുണ്ട്. അപ്പോൾ അവിടെയൊക്കെ അവരുടെ വിഷമങ്ങളും വേദനകളും ഒക്കെ ഷെയർ ചെയ്യും. ഞാനൊരു പോസിറ്റീവ് എനർജി അവർക്ക് പറഞ്ഞു കൊടുക്കും. നമുക്ക് പിടിച്ചു നിൽക്കണം, മുന്നോട്ട് പോകണം എന്നുള്ള ഒരു ശക്തി ഞാൻ അവർക്ക് കൊടുക്കാറുണ്ട്. ഇപ്പോൾ രാഷ്ട്രീയം സാർ പറഞ്ഞു, ഞാനത് കൂടി പറയുന്നത്, വിജിയുടെ വലിയ സ്വീകാര്യത അത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് എനിക്ക് മനസ്സിലായി. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എനിക്ക് വേണ്ടി നിരവധി സ്ഥലങ്ങളിൽ, പ്രത്യേകിച്ച് ദുരിതമനുഭവിക്കുന്ന കോളനികൾ, അങ്ങനെ എല്ലാ മേഖലയിലും വിജി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വലിയ പ്രവർത്തനം നടത്തിയിട്ടുണ്ട്. അവിടെയൊക്കെ വിജിയുടെ വലിയൊരു അക്സെപ്റ്റൻസ് തെരഞ്ഞെടുപ്പിന് ശേഷം ആളുകൾ എന്നോട് പറഞ്ഞു, കൃത്യമായി പെരുമാറാൻ കഴിയുന്നു, എല്ലാവരുടെയും സങ്കടങ്ങൾ കേൾക്കാനായിട്ടുള്ള ഒരു വലിയ മനസ്സ് വിജിക്കുണ്ടെന്ന് പറഞ്ഞു. അത് എനിക്ക് അഭിമാനത്തോടു കൂടി ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, PT തോമസ്, നമ്മെ വിട്ടുപോയ പ്രിയപ്പെട്ട നേതാവ് PT തോമസ് തെരഞ്ഞെടുപ്പിന് ശേഷം ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോൾ ഒരു ഫംഗ്ഷന് ഞാനും വിജിയുമായി പോയപ്പോൾ PT തോമസ് ആയിരുന്നു ചടങ്ങിൻ്റെ ഉദ്ഘാടകൻ. അപ്പോൾ എന്നെ മാറ്റി നിർത്തിയിട്ട് ഭാര്യയുടെ മുമ്പിൽ വെച്ച് പറഞ്ഞു, നിന്നേക്കായം മിടുക്കി ഭാര്യയാണെന്ന് എടുത്തു പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചാൽ PT അങ്ങനെ പറയുന്നത് ചോദിച്ചപ്പോൾ, തിരഞ്ഞെടുപ്പ് കാലത്ത് വിജിയുടെ പ്രവർത്തനങ്ങൾ എൻ്റെ ചെവിയിലും എത്തിയെന്ന് PT തോമസ് സൂചിപ്പിക്കാറ്. ഒറ്റ ചോദ്യം, രാഷ്ട്രീയത്തിലേക്കുണ്ടോ? ഇല്ല, താല്പര്യമില്ല. പറയൂ സാർ. അപ്പോൾ അതാണ് വിജിയുടെ സാമൂഹ്യ ഇടപെടലുകളും എൻ്റെ ഒപ്പം രാഷ്ട്രീയ പ്രവർത്തനത്തിലുള്ള സഹായവും ഒക്കെ ഞാൻ എടുത്തു പറയുന്നു. ഈ 24 മണിക്കൂറും തിരക്കിലാണ്. 24 മണിക്കൂർ ഇപ്പം നമുക്ക് പുറമേ നിന്ന് നോക്കുമ്പോൾ നിങ്ങൾ രണ്ടുപേരും സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാരാണ്. കോതമംഗലത്തുകാർക്ക് അറിയാം എന്താണ് ചെയ്യുന്നത്, നിങ്ങളെ എന്തോരം കപ്പാസിറ്റി ഉള്ള ആൾക്കാരാണെന്നറിയാം. എങ്കിലും ഒരു ഡേ എൻഡ് ആവുന്ന ടൈമിൽ ഒരു മൊത്തത്തിലൊരു
സംസാരം ഉണ്ടാവാറുണ്ടോ ഇടയ്ക്ക്? ഇപ്പോൾ ഒരു സാധാരണ ഒരു വൈഫ് വന്നു കഴിയുമ്പോഴത്തേക്കും ഹസ്ബൻഡ് ചോദിക്കാറുണ്ട് എന്താണ് ഇന്നെന്താ നടന്നത്, അല്ലെങ്കിൽ നീ എന്താ ചെയ്തത്, അങ്ങനെ ചോദിച്ചിട്ട് ചോദിക്കാൻ പറ്റില്ല, അത് വേറൊരു കാര്യം. എങ്കിലും ഒരു ടിപ്പ്, ശരിക്കും ഒരു ടിപ്പ്, അങ്ങോട്ടാണോ ഇങ്ങോട്ടാണോ ടിപ്പ് കൊടുക്കാറ്? ഇങ്ങോട്ടാണ് കൂടുതൽ ടിപ്പ് തരാറ്. അതെയോ? കാരണം എനിക്ക് തോന്നുന്നത് ഒരു പുരുഷൻ കണ്ടുപിടിക്കുന്നതിനേക്കാൾ കൂടുതൽ മിസ്റ്റേക്സുകൾ കണ്ടുപിടിക്കാൻ സ്ത്രീകൾക്ക് സാധിക്കും അല്ലേ? അപ്പോൾ അങ്ങനെ വരുന്ന മിസ്റ്റേക്സുകൾ ഞാനത് നോട്ട് ചെയ്തിട്ട് ഞാനത് കറക്റ്റ് ചെയ്യാൻ പറയാറുണ്ട്. അത് കറക്റ്റ് ചെയ്യാറുമുണ്ട്, അതെനിക്കൊരു പോസിറ്റീവായിട്ട് തോന്നാറുണ്ട്. നമ്മൾ രണ്ടുപേരും പബ്ലിക് ഫിഗേഴ്സ് എന്ന് തന്നെ പറയാം രണ്ടുപേരും. അപ്പോൾ സോഷ്യൽ മീഡിയയൊക്കെ വളരെ അധികം അതിക്രമിച്ചിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. നമ്മൾ എന്ത് ചെയ്താലും അത് സോഷ്യൽ മീഡിയയിൽ ആളുകൾക്ക് പണ്ടത്തെ പോലെയല്ല, എപ്പോഴും എടുത്ത് കാണാം, വിമർശിക്കാം. അതിനകത്ത് ഇനി വിമർശിക്കാൻ ഒരു ഐറ്റം ഇല്ലെങ്കിൽ കൂടി നമുക്ക് അതിൽ നിന്ന് കണ്ടുപിടിക്കാം. അപ്പം സാറ് രാഷ്ട്രീയത്തിലാണ്, മുഴുവൻ സമയ രാഷ്ട്രീയ പ്രവർത്തകനാണ്. ചേച്ചി ഈ എങ്ങനെയാണ് ഓരോ സ്റ്റെപ്പ് വെക്കുമ്പോഴും അങ്ങനെ ഒരു ചിന്ത ഉണ്ടാകാറുണ്ടോ? ഉറപ്പായിട്ടുണ്ട്. ഇക്കാലത്ത് അങ്ങനെ ഒരു ചിന്ത നമുക്ക് വേണം. കാരണം എന്താണെന്ന് വെച്ചാൽ എന്താ പറയുക, എല്ലാവരും വളരെ നെഗറ്റീവ് മൈൻഡോട് കൂടിയായിരിക്കും ഒരു പൊളിറ്റിക്കൽ ഫീൽഡിലുള്ളവരെ കാണുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു കാലഘട്ടത്തിൽ നമ്മൾ കൂടുതൽ ശ്രദ്ധാലുവാകണം. കാരണം നമുക്ക് വരുന്ന നമ്മുടെ ഓരോ കാലുവയ്പ്പും അത് ഉറച്ച വയ്പ്പാണോ, അത് കറക്റ്റാണോ, അത് വയ്ക്കുന്ന കാലടികൾ കറക്റ്റാണോ, ഉറപ്പാണോ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഷിബു ഒരു പൊളിറ്റിക്കൽ ഫീൽഡിലുള്ള കാരണം കൊണ്ട് ഞാനത് കറക്റ്റ് മോണിറ്റർ ചെയ്യാറുണ്ട്, കറക്റ്റ് ചെയ്യേണ്ടത് കറക്റ്റാക്കി പറഞ്ഞു കൊടുക്കാറുണ്ട്. അത് എപ്പോഴും ശ്രദ്ധാലുവ തന്നെയാണ്. നമ്മൾ ഓവറായിട്ട് നമുക്ക് ശ്രദ്ധാലു ആകുമ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടാകുമല്ലോ. ഓവറായിട്ട് ചെയ്യാറില്ല. നമുക്ക് നോർമലി നമുക്ക് ടെൻഷനും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാവും. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ എത്രമാത്രം ചെയ്താലും നെഗറ്റീവ് കണ്ടുപിടിക്കുന്ന കുറേ പറ്റം ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. ഒരു രീതിയിലും വളരാൻ പറ്റാതെ, അല്ലെങ്കിൽ ഒരു അടി മുന്നോട്ട് വയ്ക്കാൻ പറ്റാതെ തളർത്താൻ ശ്രമിക്കുന്ന കുറേ വ്യക്തിത്വങ്ങളുണ്ട് നമ്മുടെ സമൂഹത്തിൽ, ഏത് ഫീൽഡ് എടുത്താലും ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളവരൊക്കെ നമ്മൾ അത് കറക്റ്റായിട്ട് പറയുന്ന കാര്യങ്ങളാണോ, അതോ വളർച്ചയിലോട്ട് കടക്കാൻ സമ്മതിക്കാതെ പറയുന്ന കാര്യങ്ങളാണോ എന്നുള്ളത് ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. അത് ബിസിനസ്സിലാണെങ്കിലും രാഷ്ട്രീയത്തിലാണെങ്കിലും ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. എൻ്റെ വിജയം എന്ന് പറയുന്നത് ഞാൻ അതിന് എല്ലാ തരത്തിലുള്ള സപ്പോർട്ട് കൊടുക്കുന്നു എന്നുള്ളതാണ്. നമ്മുടെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്, ഞാൻ ആരെയും ഇത് ചെയ്തില്ല, പൊതുരംഗത്തും രാഷ്ട്രീയ രംഗത്തും സാമൂഹ്യ രംഗത്തും